ഹലോ, ഇന്ന് നമ്മൾ ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ പോണത് ഒരു കടയിലേക്ക് കേട്ടോ. നമുക്ക് കുറച്ച് സാധനം മേടിക്കാണ്ട്, കുറച്ച് പച്ചക്കറി ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഇച്ചിരി സാധനം മതി. 1, 2, 3 ഉള്ളി, 3 തക്കാളി അങ്ങനെയൊക്കെയാണ് ഞാൻ മേടിക്കാറ് കേട്ടോ. ഒരു പാലും മേടിച്ചിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇച്ചിരി നേരം ഇരുന്നു, ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് വേണ്ടി എന്തെങ്കിലും വെക്കണമായിരുന്നു. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കടലയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നമ്മൾ നമ്മുടെ എന്താ പറയുക, കടയിൽ നിന്നൊക്കെ സാധനം മേടിച്ചിട്ട് ആ ഒരു കവർ ഇവിടെ ഇവിടെ വെക്കാറാണ് കേട്ടോ. കണ്ട് വേസ്റ്റ് ഒന്നല്ല. അപ്പം നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് ഓർത്തിട്ട് ഇപ്പം കടല ഉണ്ടാക്കാം. ഇത് നമ്മൾ ഓൾറെഡി ഇതേ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. ആക്ച്വലി എനിക്ക് കടല ഉണ്ടാക്കാനൊന്നും അറിയില്ല. എനിക്കറിയണ പോലെയാണ് ഞാൻ യൂട്യൂബിലും പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർ പറഞ്ഞു തന്നിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു തന്നിട്ടും ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കടല ആദ്യം കുക്കറിലിട്ട് അടിക്കണം എന്ന് നമുക്കറിയാം. അപ്പം അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കടല കഴുകണം. ലൈറ്റ് ഇവിടെ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ ഉള്ള ലൈറ്റിൽ നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് കുക്കറിലെടുത്ത് കടലിടാം. ബാക്ക് ക്യാമറ ഓൺ ആക്കട്ടെ. ഒരു മിനിറ്റ്. ഓക്കെ, ആദ്യം നമുക്ക് കുക്കറിൽ കടലിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഹോസ്റ്റലേഴ്സും ഇങ്ങനെ തന്നെയാണ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കണു. അല്ലേ, ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുക. അപ്പം നമുക്ക് പഠിക്കാം ഇങ്ങനെ വെച്ച്. ഇനി മസാലകളൊക്കെ ഇട്ടെടുക്കട്ടോ. ഞാൻ വിചാരിക്കണത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം ഇട്ടാൽ മതി എന്നാണ്. അപ്പം നമുക്ക് അതിട്ടെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇങ്ങനെ ഓൺ വോയിസിൽ വന്നിട്ട് വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ആക്ച്വലി ഒരു ഷൈയൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് ഷൈയൊക്കെ മാറ്റി ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ഇത്രയും മുളക് പൊടി ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ഒരു ഇത്ര ഇട്ടെടുക്കാല്ലേ. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ഞാൻ കൈ കൊണ്ടാട്ടിടണേ, എന്നാലും. ഓക്കെ, ഉപ്പ് ഞാനൊരു ഇത്ര മതിയല്ലേ? ഇത്ര വേണമായിരിക്കും. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഇട്ടാൽ മതി. അതില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഇത് അടച്ച് വെച്ചിട്ട് വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാൻ മറന്നു പോയതാണ്. വെള്ളം കൂടെ ഒഴിക്കാം. ഇത് മുങ്ങിക്കിടക്കണ വിധത്തിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കണേ. ഇത്ര മതിയാവില്ലേ? ഇത്ര മതി. ഇത്ര വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെക്കുകയാണ്. ഒരൊറ്റ വിസിലിനാട്ടോ നമ്മൾ ഇടുന്നത്. ഒറ്റ വിസിലിന് വേവുമല്ലോ. ഒറ്റ വിസിലിന് എടുത്തിട്ട് നമുക്ക് ഇതേപടി അടച്ചു വെക്കും. നമുക്ക് തന്നെ പണിയാവും. നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്ന് ഇതിൻ്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് തുറന്ന് നോക്കാതെ പോയിട്ടുണ്ടാവും. വെക്കണ്ട, തുറന്നു നോക്കാം. തുറന്നു നോക്കി, പക്ഷേ വെള്ളം കൂടുതലില്ലേ? വെള്ളം കൂടുതലാണോ എന്ന് കുറച്ച് നമുക്ക് വറ്റിക്കാല്ലേ. കടല വെന്തൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം, കടലക്കറി പോലെ ഉണ്ട്. നമുക്ക് മസാല വരട്ടിയ പോലെ ഉണ്ടാക്കണേ. ചീനച്ചട്ടിയിലിട്ട് കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചെടുത്തു. ഇച്ചിരി കുറച്ച് ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വഴറ്റിയെടുക്കാനാണ്.
പാചക വീഡിയോ ഒന്നും ഇല്ല കേട്ടോ, വെറുതെ ഒരു വീഡിയോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വേഗാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ തന്നെ ഓർക്കണം. ഇച്ചിരി ചിക്കൻ മസാലയും ഇച്ചിരി മുളക് പൊടി, അല്ലെങ്കിൽ മുളക് പൊടി ഇത്തിരി വേണം. ചിക്കൻ മസാല ഇച്ചിരി ചിക്കൻ മസാല മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവമില്ലേ, ഈ കടല മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുക്കണേ. ഈ വെള്ളമോടുക്ക് നന്നായി കത്തിച്ച് കുറുക്കുക. ഇത് നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ച് പറ്റുന്നതെന്ന് വിചാരിക്കണേ. ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ കടലക്കറി ആക്കിയിട്ട് യൂസ് ചെയ്യും കേട്ടോ. ഇപ്പൊ കണ്ടോ, കൊള്ളാം, കടല കൊള്ളാം. ഇത്ര മതി, നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിപ്പം തന്നെ ഫുഡ് കഴിക്കാം. അത്ര നന്നായതുകൊണ്ടേ, അതുകൊണ്ടൊന്നുമില്ല, ഇതായിട്ട് ചോറുണ്ണാന്ന് ഓർത്തിരിക്കുക, ചായ കുടിക്കാതെ. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോക്കിന് പിന്നെ ഞാൻ വ്ളോഗിൻ്റെ കാര്യമൊക്കെ മറന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉറങ്ങി, സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഉറങ്ങി. ഇത് രാവിലെ കേട്ടോ, രാവിലെ പോകാനുള്ളൊരു തത്രപ്പാടാണ്. അപ്പം അതുപോലെ ഇതുപോലെ സംസാരിച്ച് വീഡിയോ എടുക്കാനൊന്നും സമയമില്ല കേട്ടോ. ഇപ്പോൾ ഒരു അടുപ്പിൽ നമ്മൾ ചോറും ഒരു ഇതിൽ നമ്മൾ കറിയും വെച്ചിട്ടുണ്ട്. സോയയാണ് വറക്കണത്, നമ്മൾ അടച്ചിട്ടാട്ടോ വറക്കണേ. അപ്പോൾ എണ്ണ അധികം വേണ്ടി വരില്ല, അതുകൊണ്ട്. പിന്നെ ഒരു ഇതിൽ നമ്മൾ ചായം വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ചില ആൾക്കാർ വിചാരിക്കണേ, ഇവളിതെന്തിനാ ഞങ്ങളോട് പറയണേ, ഇതൊക്കെ എന്തിനാ ഇതിലിടണേന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് എന്തിലെങ്കിലും എൻഗേജ് ആയി നിൽക്കണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് തന്നെ ഫോക്കസ് ചെയ്ത് നിന്നോളും. പിന്നെ രാത്രി കിടക്കുമ്പോഴായാലും നമ്മളത് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. വേറെ പേടിപ്പെടുത്തണമൊന്നും നമുക്ക് വരില്ല. എനിക്ക് ആൾക്കാരെയൊക്കെ പേടി പ്രതത്തിന് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓഫീസിൽ പോവുകയാണ്.